അപ്പോൾ ഇത് ആരെങ്കിലും മനഃപൂർവ്വം ചെയ്യുന്നതാണോ, ആരാണ് ചെയ്യുന്നത്, ഇതൊന്നും വ്യക്തമല്ല. 1 മാസത്തിൻ്റെ ഇടയ്ക്ക് 3-ാം തവണ ആണ് ചെന്നൈ എയർപോർട്ടിൽ സംഭവിക്കുന്നത്. ചെന്നൈയിലെ വ്യോമ മേഖലയിൽ ഇങ്ങനെ ലേസർ ആക്രമണം എന്ന് നമുക്ക് പറയാം വേണമെങ്കിൽ. ഈ ലേസർ ആക്രമണം, ലേസർ ബീം ഈ അറ്റാക്സ് കൂടി വരുന്നു എന്ന്. അപ്പോൾ പോലീസ് ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രസ്താവന ഒക്കെ ഇറക്കിയിരുന്നു. ഇങ്ങനെ ആളുകൾ പ്രയോഗിച്ചു കഴിഞ്ഞാൽ അവരെ അറസ്റ്റ് ചെയ്ത് തടവിലിടും എന്നൊക്കെ. സുരക്ഷയ്ക്ക് ഭീഷണിയാണ്, വിമാനത്തിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ്, യാത്രക്കാർക്ക് ഭീഷണിയാണ് എന്നൊക്കെ മുമ്പുണ്ടായപ്പോൾ പോലീസ് ജനങ്ങളെ അറിയിച്ചതാണ്. എന്നിട്ടും സംഭവിക്കുന്നു. അപ്പോൾ ഇത് ഫ്ലൈറ്റ് 92660 പൂനെയിൽ നിന്നുള്ള ഫ്ലൈറ്റ് ആയിരുന്നു. ഇത് ചൊവ്വാഴ്ച വന്നത് 170 യാത്രക്കാരുമായിട്ട്. അത് എയർപോർട്ടിൽ നിന്ന് 3 നോട്ടിക്കൽ മൈൽ മാത്രം, റൺവേയിൽ നിന്ന് 3 നോട്ടിക്കൽ മൈൽ മാത്രം അകലെ ലാൻഡിങ് ഏതാണ്ട് നടക്കുന്നു എന്നുള്ള ഘട്ടത്തിലാണ് റൺവേ 25ലേക്ക് ടച്ച് ഡൗൺ എന്ന് പറഞ്ഞാൽ അല്ലേ, പതിക്കാൻ പോകുന്നു എന്നുള്ള അവസ്ഥ വന്നപ്പോഴാണ് ഈ ലേസർ ബീം പൈലറ്റിൻ്റെ നേർക്ക് വരുന്നത്. അപ്പോൾ ക്രൂ, പൈലറ്റും ഒക്കെ ഇത് റിപ്പോർട്ട് ചെയ്തു വിവരം. പിന്നെ ഫ്ലാഷിംഗ് വൈറ്റ് ലേസർ, വെളുത്ത ലേസർ രശ്മികൾ, പച്ചയുമൊക്കെ വന്നിട്ടുണ്ട്. ഇത് വെളുത്തതായിരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.